നീ ഇവിടെ എന്താക്കുന്നറാ? ഉപ്പാടെ തേടിക്കൊണ്ട് പിന്നെ നീ പെരക്ക് പറ, ഇവിടെ എന്താക്കുന്ന? ഞാൻ പോന്നില്ല പെരക്ക്. ഉപ്പൊക്കെ എന്തോ ടെൻഷൻ ഉണ്ട് എന്റെ മിത്ത് തീർക്കുന്നത്. പൊരയിട്ടാളിട്ട് ഞാൻ പോന്നില്ല. ആര് നിന്നെ പറയുന്നേ? പിന്നെ ആര്? എന്റെ ഉപ്പ. നിന്റെ ഉപ്പ വന്ന്. ഏയ് പെരക്ക് പോറാ. ഞാൻ പെരക്ക് പോന്നില്ല. പോറാ പെരക്ക്. ഞാൻ പെരക്ക് പോന്നില്ല. നീക്ക് ചെല്ലിന്റെ അറിയുന്നില്ലേ? പെരന്റെ ഭാഗത്ത് തന്നെ ഞാൻ വരുന്നില്ല. ഞാൻ പണിയെടുത്തിട്ട് ഞാൻ 10 കിലോ അരി കൊടുത്തിട്ടേ പിന്നെ എന്നെ പറയുന്നത് 10 കിലോ അരി സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നു. പെരക്ക് പോറാ. ഞാൻ പോന്നില്ല. നീക്ക് ചെല്ലിന്റെ അറിയുന്നില്ലേ? നാളെ പെണ്ണിന്റെ ആൾക്കാർ നിന്നെ കാണാൻ വരുന്നുണ്ട്. നീ ബിയ്യം പെരക്ക് പോ. ഞാനിപ്പ എന്നെ പെരക്ക് പോവാ ഉപ്പ. പൊരയിട്ടാളിട്ട് ടെൻഷൻ ആക്കണ്ടാവേ. പാപ്പ എന്റെ ഉപ്പ. ഞമ്മക്ക് ഈ ഫൗണ്ടേഷൻ ആൾക്കെന്നെ അളക്ക. ഞാന് ലക്കടിപ്പ് മേങ്ങിന് 1000 രൂപ ഇതിൽ പൊര കിട്ടുന്നു. ലക്കിടിപ്പ് ഏടുന്ന് മോനെ മേങ്ങിയത്? അതല്ല ഞാൻ ചെല്ലിത്തരാം ഉപ്പ. വെറും 1000 രൂപക്ക് 2400 സ്ക്വയർ ഫീറ്റിന്റെ 5 ബെഡ്റൂമിന്റെ പൊര. അപ്പൊ പെരന്റെ ഉള്ളുഭാഗം ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ സമ്മാനം കാര്യമായ ജിമിനി. മൂന്നാമത്തെ സമ്മാനം ബുള്ളറ്റ്. 4ാം സമ്മാനം ഹോണ്ട സ്കൂട്ടി. 5ാം സമ്മാനം 5 പേർക്ക് 4 ഗ്രാമിന്റെ സ്വർണ്ണ നാണ്യങ്ങൾ. 6ാം സമ്മാനം 25 പേർക്ക് 25,000 വർത്തിന്റെ ഹോം അപ്ലയൻസ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? എന്ത് പറയാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു 3 വർഷത്തിനിപ്പുറം വലിയൊരു കടത്തിൽ കുടുങ്ങിപ്പോയി ഞാൻ. അപ്പോൾ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാനാക്കി നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. പിന്നെ നോക്കുമ്പോൾ കടക്കാർ ബാങ്കിലെ ലോണിങ്ങനെല്ലാമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ എൻ്റെ വേണ്ടപ്പെട്ട ചങ്ങായിമാരും കുടുംബക്കാരെല്ലാം കൂടി ഇതൊരു തീരുമാനത്തിലേക്ക് വന്ന് വീട് നെറുക്ക് എടുപ്പിലോട് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എൻ്റെ വീട് സാധാരണ ഒരു വീട് എല്ലാവരും കെട്ടാൻ നോക്കലാണ്. പക്ഷെ ഞാൻ ആ സ്ഥലത്തേക്ക് എത്തിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീടല്ല വലുത്. വീട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ കടം വീടി സലാമത്താകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒപ്പം 2ാം പ്രൈസ് ആയിട്ട് ഒരു ജിമ്മി കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. 5 ആൾക്ക് 4 ഗ്രാം വെച്ച് ഗോൾഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ 25 ആൾക്ക് 5000 രൂപൻ്റെ പ്രൈസും കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ടാക്കണം. എൻ്റെ ഓരോരുത്തരും ടിക്കറ്റ് എടുക്കുമ്പോൾ പൊരുത്തപ്പെട്ടിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണം. കാരണം എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നില്ല. ഇതൊരു കച്ചവടമല്ല. ഞാൻ എൻ്റെ കടത്തുനിന്ന് സലാമത്താകാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് മരണപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് നിമിഷത്തിൽ. അതുകൊണ്ട് മരണത്തിനെ പേടിച്ചിട്ട് കടം വീടി സലാമത്താകാൻ പറഞ്ഞിട്ട് വീട് കൊടുക്കാൻ തീരുമാനിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സപ്പോർട്ടാക്കണം. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് കൊടക്, കൂർഗ്, കുഞ്ചില. അപ്പോൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് ബന്ധപ്പെടുക.